എന്തായാലും ജപ്യേശൻ ആ വീട് വിട്ടിറങ്ങിപ്പോയപ്പോൾ എല്ലാ അർത്ഥത്തിലും ഒറ്റപ്പെട്ടതുപോലെയായി ത്യാഗരാജസ്വാമികളും കുടുംബവും. ഈ സമയത്ത് ഒരു ജ്യോത്സ്യൻ രാജസ്വാമികളുടെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, കഷ്ടമായല്ലോ, എന്തായാലും ഒരു ഗ്രഹബാധ തപ്പിഴയുണ്ട്, അതാണ് ഇങ്ങനെയൊക്കെ എന്ന് പറഞ്ഞപ്പോൾ ത്യാഗരാജസ്വാമികൾ ഒരു കൃതിയിലൂടെ ചോദിച്ച ഒരു കാര്യം ഇതാണ്: സാക്ഷാൽ ശ്രീരാമചന്ദ്രൻ്റെ അനുഗ്രഹം ഉള്ള എനിക്ക് എൻ്റെ ആഗ്രഹങ്ങൾ, അവിടെ ഒരു ഗ്രഹം വന്നു, ആഗ്രഹം മുഴുവൻ നിഗ്രഹം, അവിടെ ഒരു ഗ്രഹം, നിഗ്രഹം ചെയ്യാൻ എനിക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ പിന്നെ ഒരു ഗ്രഹവും, ഒരു നവഗ്രഹങ്ങളിൽ ഒരു ഗ്രഹവും എന്നെ ബാധിക്കുകയില്ല. സാക്ഷാൽ രാമചന്ദ്ര പ്രഭുവിൻ്റെ അനുഗ്രഹം മാത്രം മതി. ശരി, എങ്കിൽ അത് വിടാം. എന്നാലും ഒറ്റയ്ക്കായി പോയില്ലേ, അനാഥനായില്ലേ? എല്ലാറ്റിനും കൂടെ നിന്നിരുന്ന അച്ഛൻ പോയി, ഇപ്പോൾ കുടുംബത്തിൻ്റെ നെടുന്തൂണായിട്ട് നിന്ന ജ്യേഷ്ഠനും മാറിപ്പോയില്ലേ, അനാഥനായില്ലേ എന്ന് ചോദിച്ചപ്പോൾ ത്യാഗരാജസ്വാമികൾ പറഞ്ഞു, അനാഥനോ? ഞാൻ എങ്ങനെ അനാഥനാകും? കാരണം എനിക്കുള്ളതുപോലെ ഒരു കുടുംബം ഈ ലോകത്തിൽ വേറെ ആർക്കുമില്ല. സീതമ്മ മായമ്മ, സീതമ്മ മായമ്മ, ശ്രീരാമുടു മാതൻവി സീതമ്മ മായമ്മ. എൻ്റെ അമ്മയായി സീതയുണ്ട്, അച്ഛനായിട്ട് ശ്രീരാമചന്ദ്രനുണ്ട്. ഇനി അവരുടെ ബന്ധുക്കളെല്ലാം ലക്ഷ്മണൻ, ശത്രുഘ്നൻ, ഭരതൻ, ശ്രീരാമചന്ദ്രനെ സഹായിച്ച സുഗ്രീവൻ, ഹനുമാൻ, രാമചന്ദ്രൻ്റെ ഭക്തരായിട്ടുള്ള വസിഷ്ഠാദികൾ, നാരദൻ, വിശ്വാമിത്രൻ, ഇവരെല്ലാം എൻ്റെ ബന്ധുക്കളാണ്, എൻ്റെ കൂട്ടുകാരാണ്. പിന്നെ ഞാൻ എങ്ങനെ അനാഥനാകും? ഇതും കൂടെ ചോദിച്ചപ്പോൾ പിന്നെ ആ ജ്യോത്സ്യർക്ക് ഒന്നും പറയാനില്ല. കാരണം എല്ലാം ശ്രീരാമചന്ദ്രനിൽ സമർപ്പിച്ച ആ ഭക്തന് ഇനി വേറെ ആഗ്രഹങ്ങളൊന്നുമില്ല. ആഗ്രഹങ്ങൾ ഉള്ളവർക്കാണ് ദുഃഖമുണ്ടാവുക, പരാതി ഉണ്ടാവുക, പരിഭവം ഉണ്ടാവുക. ആഗ്രഹങ്ങളേ ഇല്ലാത്തവർക്ക് അങ്ങനെ ഒരാൾ ഭക്തനായിരിക്കും.